ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ചെറിയ പഞ്ചസാര മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മധുരമുണ്ട്, തേൻ മധുരമുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്തതാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തത് വേണം. അപ്പോൾ ഇതൊരു ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പളുപ്പൊക്കെ ഒന്ന് ഇളകി വരുന്ന ആ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് മുളകും പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മാങ്ങ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുഴുവനായിട്ടില്ല കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മൾ മാങ്ങ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം, ചെറിയൊരു കഷ്ണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ മാങ്ങ നല്ല മധുരമുള്ളതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആദ്യം ഉലുവയാണ് ഞാൻ ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നത്. ഉലുവ പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കടുകും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറ ഓഫായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചോറിനത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.